സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. നമ്മളെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും നാം ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ, പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ, അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഏകദേശം നമുക്കൊരു അറിവുണ്ട്, അല്ലെ? എന്താണ് ഇന്നിപ്പോ പ്രാർത്ഥനയ്ക്ക് ഇവിടെ കടന്നു വരുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു അറിവുണ്ട്. എന്തുണ്ടാവും? പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, അല്ലെ? സാക്ഷ്യമുണ്ട്, പ്രസംഗമുണ്ട്, കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് വാക്യം പറയും. ഇങ്ങനെ ഒരു ക്രമീകൃതമായി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു അറിവുണ്ട്. ഈ ഇങ്ങനെയുള്ള കാര്യത്തിൽ പാട്ട്, പ്രാർത്ഥന, സാക്ഷ്യം, പ്രസംഗം, അല്ലെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേരുന്നതാണ് പൊതുവിൽ ആരാധന. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം? അതെ, ആയിക്കോട്ടെ. പക്ഷെ ഞാൻ ചോദിച്ചത് ഈ കാര്യങ്ങളിൽ, അതായത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ല, ഇതിലെ ഏത് ഭാഗത്താണ് ഏറ്റവും പ്രാധാന്യമുള്ളത്? അതായത് പാട്ട് പാടുന്ന സമയമാണോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയമാണോ, അല്ലെങ്കിൽ പ്രസംഗം കേൾക്കുന്ന സമയമാണോ, അല്ലെങ്കിൽ സാക്ഷ്യം പറയുന്ന സമയമാണോ? ഏത് സമയമാണ്? എല്ലാ സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം. ഏറ്റവും പ്രധാനം മനസ്സിലാക്കേണ്ടത്, എല്ലാ സമയവും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്തോത്രം. എന്നാൽ എല്ലാം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമ്പോൾ തന്നെ പ്രസംഗത്തിനും പ്രാർത്ഥനയ്ക്കും നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് അറിയിക്കുന്നതിനെല്ലാം അതിനു മുൻപ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത് സ്തുതിയിലേക്കാണ്, അഥവാ ആരാധനയിലേക്കാണ്. സ്തോത്രം. പ്രസംഗം കേൾക്കുന്നതിന് മുൻപ്, സാക്ഷ്യം പറയുന്നതിന് മുൻപ്, പ്രാർത്ഥിക്കുന്നതിന് മുൻപ്, ബാക്കിയുള്ള എന്ത് കാര്യവും ആരംഭിക്കുന്നതിന് മുൻപേ ദൈവ ആരാധനയിൽ നമ്മെ ക്ഷണിക്കുന്നത് സ്തുതിയിലേക്കാണ്. ദൈവത്തെ സ്തുതിക്കുന്ന ആ പ്രക്രിയയിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അത് കൂടുതൽ പ്രാധാന്യം, മറ്റത് കുറഞ്ഞതെന്ന അർത്ഥത്തിലല്ല, പക്ഷെ ഏറ്റവും അതിന്റെ തുടക്കം എന്ന് പറയുന്നത് സ്തുതിയാണ്. സ്തുതിയിലാണ് ആരാധനയുടെ തുടക്കം എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സ്തോത്രം. സ്തുതി എന്നത് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നതിന് മുൻപുള്ള ഒരു തുടക്ക പാട്ടൊന്നും അല്ല. അതിന്റെ ആരംഭത്തിലുള്ള ഒരു സമർപ്പണ ഗാനം ആയിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് സ്തുതി എന്ന് തോന്നുന്നത്, അല്ലെ? അങ്ങനെയല്ല. സ്തോത്രം. പിന്നെയോ, ആരാധന സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള ഒരു കവാടമാണ് എന്നാണ് ഒരാൾ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾക്ക് കടന്നു ചെല്ലാനുള്ള ഒരു കവാടം, ഒരു വാതിലാണ് എന്ത്? ആരാധന അല്ലെങ്കിൽ സ്തുതി എന്ന് പറയുന്നത്. സ്തോത്രം. ഒരു കവാടമാണ്. സങ്കീർത്തനങ്ങൾ 104 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. സ്തോത്രം. നോക്കൂ, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അപ്പൊ ദേവാലയത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ, സ്തോത്രം, അവൻ എങ്ങനെയായിരിക്കണം കടന്നു വരേണ്ടത്? സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ വേണം ആലയത്തിലേക്ക് കടന്നു വരുവാൻ. ഹല്ലേലൂയ. വരുന്ന സമയത്ത് അനവധി ഭാരങ്ങൾ, അനവധി വേദനകൾ, അനവധി പ്രതിസന്ധികൾ, അനവധി ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിച്ചതിന്റെ ഒക്കെ ഭാരവും പേറിക്കൊണ്ടായിരിക്കും വരുന്നതെങ്കിലും ആലയത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് ഭാരം പറഞ്ഞുകൊണ്ടല്ല, ദുരിതം പറഞ്ഞുകൊണ്ടല്ല, പിന്നെയോ സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ വേണം ആലയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. സ്തോത്രം. 100-ാം സങ്കീർത്തനത്തിന്റെ 1 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? സ്തോത്രം. 100-ാം സങ്കീർത്തനത്തിന്റെ 1 മുതലുള്ള വാക്യം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. അതിന്റെ അടുത്ത വാക്യം: സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. സ്തോത്രം. അപ്പൊ 2 കാര്യങ്ങളാണ്. ഒന്ന്, സന്തോഷത്തോടെ വരണം. 2, സംഗീതത്തോടെ വരണം. സ്തോത്രം. അപ്പൊ മനസ്സിലാക്കുക, പാട്ട് എന്ന് പറയുന്നത് ആരാധനയിൽ എന്താണ്? ഒരു അവിഭാജ്യ ഘടകമാണ്. സ്തോത്രം. ആളുകളെല്ലാം വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഇവിടെ പാടുന്നതല്ല ഇതൊന്നും. പിന്നെ എന്താണ്? പാട്ട് ആരാധനയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ദൈവത്തെ സ്തുതിക്കുന്ന നേരമാണ് നാം പാട്ടുകൾ പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേൻ. സ്തോത്രം. ആരാധന
ആരാധന നമ്മൾക്ക് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലൊക്കെ പുതിയ നിയമത്തിലൊക്കെ ആരാധനയെ കുറിച്ച് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന നേരങ്ങളൊക്കെ കാണുമ്പോൾ അതൊരു പുനരുജ്ജീവനത്തിന്റെ തുടക്കമായും ആരാധനയെ കാണാൻ വേണ്ടി കഴിയും. എവിടെയൊക്കെ ദൈവം തന്റെ ജനത്തെ മടക്കി വരുത്തുവാൻ, ദൈവം വീണ്ടും ജീവിപ്പിക്കുവാൻ, ദൈവം പിന്നെയും അവരെ ശക്തീകരിക്കുവാൻ എവിടെയെല്ലാം ഇടപെടുന്നുണ്ടോ അവിടെയെല്ലാം തുടക്കം എന്ന് പറയുന്നത് സ്തുതിയും ആരാധനയുമാണ്. സ്തോത്രം. സ്തുതിയും ആരാധനയാണ്. എപ്പോഴൊക്കെ ദൈവം എവിടെയൊക്കെ ആ മടങ്ങി വരവ് സംഭവിക്കുമ്പോഴും അതിന്റെ തുടക്കം അല്ലെങ്കിൽ പുനഃസ്ഥാപനം, ആദ്യം പുനഃസ്ഥാപിക്കുക. എല്ലാം തകർന്നു. സ്തോത്രം. വിശ്വാസം തകർന്നു, പ്രാർത്ഥന തകർന്നു, ആരാധന ഇല്ലാതായി, യാഗങ്ങൾ ഇല്ലാതായി. ഇങ്ങനെ എല്ലാം തകർന്നു കിടക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ ദൈവം ആദ്യം പുനഃസ്ഥാപിക്കുന്നത് എന്താണ്? യാഗം പുനഃസ്ഥാപിക്കും, അല്ലെങ്കിൽ ആരാധന, സ്തുതി പുനഃസ്ഥാപിക്കും. പഴയ നിയമത്തിലാണ് യാഗം. അത് എന്തിനെ കാണിക്കുന്ന? സ്തുതിയെ, ആരാധനയാണ്. അതാണ് പുനഃസ്ഥാപിക്കുന്നത്. നമുക്കറിയാം. സ്തോത്രം. കർമ്മേലിന്റെ മലമുകളിൽ നമ്മുടെ ഏലിയാവ് എന്ത് ചെയ്തു? ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി, അല്ലെ? സ്തോത്രം. ആകാശത്തു നിന്ന് തീ ഇറങ്ങി, സ്തോത്രം, അവിടെ ഉണ്ടായിരുന്ന യാഗപീഠത്തെ ദഹിപ്പിച്ചു. വലിയ ദൈവപ്രവൃത്തി അവിടെ സംഭവിച്ചു. അവിടുത്തെ പ്രവാചകന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു. ജനമെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി. പക്ഷെ അതിനെല്ലാം മുൻപ് സ്തോത്രം ഏറ്റവും തുടക്കം എന്തെന്നറിയാമോ? തകർന്നു കിടന്ന യാഗപീഠത്തെ സ്തോത്രം ഏലിയാവ് പുനഃപ്രതിഷ്ഠിച്ചു, അല്ലെങ്കിൽ പണിത് ഒരുക്കി എടുക്കുകയായിരുന്നു ചെയ്തത്. എന്ന് വെച്ചാൽ ആരാധന പുനഃസ്ഥാപിച്ചു, സ്തുതികൾ പുനഃസ്ഥാപിച്ചു. അപ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകലും ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം, എവിടെ സ്തുതിയുണ്ടോ അവിടെ ദൈവം ഇറങ്ങി വരും. എവിടെ ആരാധന ആത്മാവിനുള്ളത് വെളിപ്പെടുമോ അവിടെ എല്ലാം ദൈവ സാന്നിധ്യം ശക്തിയോടെ വെളിപ്പെടുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ശലോമോൻ ദൈവത്തിന് വേണ്ടി പണികഴിപ്പിച്ച ദേവാലയത്തെ കുറിച്ച് നാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അല്ലെ? സ്തോത്രം. അവിടെ ശലോമോൻ പണികഴിപ്പിച്ച ദേവാലയത്തിന്റെ അകത്ത് സ്തോത്രം ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന എപ്പോഴാന്നറിയാമോ? പണിതപ്പോഴല്ല, പണിത് പൂർത്തിയാക്കിയപ്പോഴല്ല. പിന്നെ എപ്പോഴാ? ജനമെല്ലാം ദൈവത്തെ സ്തുതിച്ചപ്പോ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് ജനം ദൈവത്തെ ആർത്തു സ്തുതിച്ച നേരത്ത് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, യഹോവയുടെ സാന്നിധ്യം ആ ദേവാലയത്തിലേക്ക് ശക്തിയോടെ ഇറങ്ങി വന്നു. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ പോലും കഴിയാത്ത വിധം ദൈവമഹത്വം കൊണ്ട് അവിടെ നിറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വന്നാൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിന്റെ അകത്ത് ഫിലിപ്പിയിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സ്തോത്രം അവിടെ സംഭവിക്കുന്നത് അവരുടെ കൈകളിലെയും കൈകാലുകളിലെയും ചങ്ങലകൾ അഴിയുന്നതിനും കാരാഗ്രഹം ഇളകി മറിയുന്നതിനൊക്കെ മുമ്പ് സംഭവിച്ചത് എന്താ? ആദ്യം സ്തുതി ഉയർന്നു, ആദ്യം പാട്ടു, ആരാധനയോ കാരാഗ്രഹത്തിന്റെ അകത്തുയർന്നപ്പോൾ കാരാഗ്രഹം ഇളകി, ചങ്ങലകൾ അണിഞ്ഞു, കെട്ടുകൾ തകർന്നു, അവർ വിടുവിക്കപ്പെട്ടു. ഇന്ന് പകൽ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്, എവിടെ സ്തുതി ഉയരുമോ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടും. എവിടെ ആരാധന ഉയരുമോ അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടും. ഹല്ലേലൂയ. സഭയിൽ ഉണർവ് ആരംഭിക്കുന്നത് പ്രസംഗത്തിൽ നിന്നല്ല, അല്ലെങ്കിൽ പ്രസംഗത്തിൽ കൂടെ മാത്രമല്ല, പിന്നെ പ്രസംഗത്തോടെയല്ല. അതാണ് അതിന്റെ ശരി. പ്രസംഗത്തിൽ നിന്നല്ല, പ്രസംഗത്തിൽ നിന്ന് ഉണർവുണ്ട്. പക്ഷെ പ്രസംഗം വരുമ്പോൾ മാത്രമല്ല ഉണർവ്. പിന്നെയോ സ്തോത്ര ആരാധനയോടെയാണ്. സ്തോത്രം. ആരാധനയോടെ ആ ആരാധിക്കുന്ന സമൂഹത്തിൽ നിന്ന് പ്രസംഗങ്ങൾ ഉയരുമ്പോൾ, സ്തുതികൾ ഉയരുമ്പോൾ അതാണ് മാറ്റത്തിലേക്ക്, ഉണർവിലേക്ക് നയിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ വായിച്ച വാക്യം ഇതാണ്, 22 സങ്കീർത്തനം 3-ാം വാക്യം. എന്താ വായിച്ചത്? ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പൊ ഇതിനർത്ഥം സ്തുതി ഉയരുന്നിടത്ത് ദൈവം തന്നെ സാന്നിധ്യം അയക്കുന്നു. സ്തോത്രം. അതാണ് അതിന്റെ അർത്ഥം, അല്ലെ? ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ എന്ന് വെച്ചാൽ സ്തുതി അവിടെ ഉയരുന്നു, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം പകരുന്നു. ദൈവ സ്തുതിയുടെ മീതെ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ദൈവം നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ദൈവം നിയന്ത്രണം ഏറ്റെടുത്താൽ എന്താണ് പ്രത്യേകത? ദൈവം നിയന്ത്രണം ഏറ്റെടുത്താൽ പിന്നെ ഒന്നും പഴയ പടി
സമൃദ്ധി ആയിരിക്കത്തില്ല. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 22-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. സ്തോത്രം. മാത്രമല്ല അപ്പോൾ തന്നെ അതൊരു മശീഹ സങ്കീർത്തനം കൂടിയാണ്. യേശു കർത്താവിന്റെ കുറിച്ചുള്ള പ്രവചന സങ്കീർത്തനം കൂടെയാണ്. ഇതിന്റെ ആരംഭത്തിലെ വാക്യം നമുക്കറിയാം. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? യേശു കർത്താവ് ക്രൂശിൽ വെച്ച് ക്രൂശിൽ നിന്ന് ഒഴിഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് 22-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം എന്ന് പറയുന്നത്. ഇതിൽ പിന്നീട് കാണുന്ന കഷ്ടതകളെല്ലാം ദാവീദിന്റെ ജീവിതത്തിൽ ഒരു ഭാഗത്ത് സംഭവിച്ചതാണെങ്കിലും യഥാർത്ഥമായി അതിന്റെ പ്രവചനം എന്ന് പറയുന്നത് കർത്താവായ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടതിനെ കുറിച്ചുള്ള വിശുദ്ധീകരണങ്ങളാണ്. ഹല്ലേലൂയ. ഇത് ആരംഭിക്കുന്നത് കഷ്ടത്തിന്റെ ഒരു നിലവിളി ഉയർത്തിക്കൊണ്ടാണ്, അല്ലെ? സ്തോത്രം. എന്നാൽ സ്തോത്രം, ആ വേദനയുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ 3-ാമത്തെ വാക്യം ഒരു കാര്യമാണ് വിളിച്ചു പറയുന്നത്. കഷ്ടത്തിന് നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ, ആ വ്യാകുലതകളുടെ നടുവിൽ, രോഗാവസ്ഥകളുടെ നടുവിൽ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം വിളിച്ചു പറയുകയാണ്. ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാണ് എന്ന് വെച്ചാൽ എന്താ കാര്യം? അർത്ഥം എന്താണ്? സാഹചര്യങ്ങൾ ഇരുണ്ടതായിരിക്കുമ്പോൾ പോലും തന്റെ ജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിന്റെ മധ്യേ ദൈവം സിംഹാസനസ്ഥനായി ഇറങ്ങി വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. ഹല്ലേലൂയ. ആരാധന നമ്മുടെ ആ സ്ഥിതിയെ നിഷേധിക്കുന്നില്ല, എന്നാൽ ദൈവ സാന്നിധ്യത്തെ നമ്മുടെ ഇരുട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ആരാധന. ഹലോ, മനസ്സിലായോ? സ്തോത്രം. ആരാധന നമ്മുടെ അവസ്ഥയെ നിഷേധിക്കുന്നൊന്നുമില്ല. നമ്മുടെ അവസ്ഥ കഷ്ടത്തിലാണ്, പ്രയാസമാണ്, വേദനയാണ്, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ കഷ്ടതയുടെ നടുവിലേക്ക് ദൈവ സാന്നിധ്യത്തെ വിളിച്ചു കൊണ്ടുവരുന്നതാണ് ആരാധന എന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവ സാന്നിധ്യം നമ്മുടെ ഇരുളിലേക്ക് കൊണ്ടുവരികയാണ്. ആമേൻ. സ്തോത്രം. ഞാൻ അതിൽ നിന്ന് 1-2 കാര്യങ്ങൾ നിങ്ങളോട് വേഗത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സ്തോത്രം, അതിന്റെ അർത്ഥമാണ്. സ്തോത്രം. ഇസ്രായേലിൽ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ എന്നാണ്. അതിന് ഇംഗ്ലീഷിൽ അത് കൊടുത്തിരിക്കുന്നത് ഇൻഹാബിറ്റ്സ് എന്നുള്ളൊരു വാക്ക്, ഇൻഹാബിറ്റ് എന്നുള്ളൊരു വാക്കാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, എബ്രായ ഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് യാഷബ് എന്നാണ്. യാഷബ്. അതിന്റെ അർത്ഥം സിറ്റ് ഡൗൺ, ഇരിക്കുക, ടു ഡ്വെൽ, വസിക്കുക, അതുപോലെ ടു ബി എൻത്രോൺഡ്, സിംഹാസനസ്ഥനാകുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. സ്തോത്രം. എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവൻ എന്ന മലയാളം വാക്ക് നമ്മൾ ഇവിടെ കാണുമ്പോൾ വസിക്കുക എന്നതിന് അവിടെ ഇരിക്കുക, അതായത് സ്തുതിയുടെ മീതെ ഇരിക്കുക, അല്ലെങ്കിൽ സ്തുതിയിൽ വസിക്കുക, അല്ലെങ്കിൽ അതിന്റെ മേൽ സിംഹാസനസ്ഥനാകുക എന്ന അർത്ഥത്തിലാണ് സ്തോത്രം നമുക്ക് ആ വാക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറയട്ടെ, ഈ ദൈവ സാന്നിധ്യം സ്തുതികളിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു താൽക്കാലികമായ ഒരു വിസിറ്റിംഗ് അല്ല. നമ്മളുണ്ടല്ലോ സാധാരണ ഒന്ന് ജസ്റ്റ് ഞാൻ ഇതിലൂടെ പോയപ്പോ ഒന്ന് കയറിയതാ എന്ന് പറയുന്ന പോലത്തെ ഒരു വിസിറ്റിംഗ് അല്ല ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. പിന്നെയോ സ്തോത്രം, സ്തുതിയുടെ ഇടത്തെ ദൈവം എന്ത് ചെയ്യുക? തന്റെ ഇരിപ്പിടമാക്കുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. സ്തോത്രം. സ്തുതി ഉയരുന്നിടത്ത് ദൈവം ഇരിപ്പിടത്തെ നിർത്തുന്നു എന്നാണ്. സ്തോത്രം. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം സ്തുതിയിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം ആരാധനയിൽ ഇരിക്കുന്നു, ദൈവം ആരാധനയെ ഭരിക്കുന്നു, ആരാധനയിൽ തന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവസഭയെ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇതാ. നാം ദൈവത്തെ ആത്മാർത്ഥതയോടെ ആരാധിക്കുമ്പോൾ, സ്തുതി ഉയർത്തുമ്പോൾ ദൈവം അകലെ നിൽക്കുകയല്ല, അവൻ വന്ന് തന്റെ ജനത്തിന്റെ മധ്യത്തിൽ സിംഹാസനസ്ഥനാകുകയാണ് എന്ന് നാം തിരിച്ചറിയണം. നാം ഇവിടെ പാടുമ്പോൾ, നാം ഇവിടെ സ്തുതിക്കുമ്പോൾ, നാം ഇവിടെ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നാം അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവമക്കൾ തിരിച്ചറിയണം, ഇവിടത്തെ കേവല ശബ്ദകോലാഹലങ്ങൾ മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്. അത്യുന്നതനായ ദൈവം, സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം ആരാധനയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയും തന്റെ സിംഹാസനം ഇവിടെ സ്ഥാപിച്ച് തന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ് ആരാധനയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആരാധന നാം ഒരു അലക്ഷ്യമായി കാണേണ്ട കാര്യമല്ല. ആരാധനയിൽ നമ്മളുടെ കുറെ ആലോചനയും, നമ്മുടെ സാധാരണ ആരാധന അങ്ങനെയൊക്കെയല്ലേ, കുറെ അവിടെ ആലോചിക്കുക, പിന്നെ കുറെ ഇവിടെ നോക്കി നിൽക്കുക, പിന്നെ തോന്നുമ്പോ കുറച്ച് കൈയടിക്കുക, പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക. അല്ല, മുഴുവൻ ശ്രദ്ധയും കൊടുത്തുകൊണ്ട് ദേഹി ആത്മാവ് പൂർണ്ണമായി ഏകാഗ്രമാക്കി
അത്യുന്നത ദൈവത്തെ സ്തുതിക്കേണ്ട നേരമാണ്. ആരാധനയുടെ നിമിഷങ്ങൾ, സ്തുതിയുടെ നിമിഷങ്ങൾ. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾ അവന്റെ സാന്നിധ്യത്തെ അനുഭവിക്കും. അവന്റെ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു പറഞ്ഞ വാക്കാണ്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം ഇന്ന് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. നാം സ്തുതിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ യേശു അത്യുന്നതനായ ദൈവം ഇതിന്റെ നടുവിലേക്ക് വന്നെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എന്തിനാണ് സ്തുതി? സ്തുതി എന്തുകൊണ്ടാണ് ഇത്ര അനിവാര്യമായിരിക്കുന്നത്? എന്തിനാണ് ഇത്രയും? സാധാരണ പറയുന്നത് ഇവർക്ക് ഈ പതുക്കെ വല്ലതും പറഞ്ഞാൽ പോലെ ഇവരുടെ ദൈവത്തിന് തന്നെ ചെവി കേട്ടു. എന്തോ ഒച്ചപ്പാടും ബഹളമാണ് അല്ലെ? നമുക്ക് തന്നെ കുറെ പേർക്ക് അങ്ങനെയൊക്കെ തോന്നും. എന്തോ ഒരു ബഹളമാണ് ഇതൊക്കെ, ഇങ്ങനെയൊക്കെയാണോ അല്ലെ? സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ തോന്നാൻ സാധ്യത. പക്ഷേ ഈ സ്തുതി അനിവാര്യമാണ്. സ്തുതി പതുക്കെ ആകാം. അത് ശബ്ദമല്ല കേട്ടോ, ശബ്ദം അതിനകത്ത് പ്രധാനപ്പെട്ടതല്ല. പക്ഷെ ശബ്ദം ഉയരും സ്തുതി അല്ലെ? സ്തോത്രം. എന്തുകൊണ്ട് സ്തുതി അനിവാര്യമാണ്? എന്തുകൊണ്ട് അനിവാര്യമാണ്? ഒന്ന്, നമ്മൾ അതിനായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തെ ആരാധിക്കാൻ, സ്തുതിക്കാൻ തന്നെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 21-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ന്റെ-21 വായിക്കുന്നു: ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എന്റെ ജനം സ്തുതിയെ വിവരിക്കും. സ്തോത്രം. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എന്റെ ജനം എന്റെ സ്തുതിയെ വിവരിക്കും. സ്തോത്രം. അവനെ സ്തുതിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കണം. ജോലി ചെയ്യാനും ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും വേണ്ടിയിട്ട് മാത്രമല്ല ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മെ സൃഷ്ടിച്ചയച്ചിരിക്കുന്നത്. പിന്നെയോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൂടെ വേണ്ടിയാണ്. സ്തോത്രം. അല്ലെങ്കിൽ ഒരാൾ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? ശരീരം ശ്വസിക്കാതെ മരിക്കുന്നത് പോലെ. നമ്മുടെ ശരീരത്തിന് ജീവിച്ചിരിക്കണമെങ്കിൽ ശ്വാസം വേണം. അപ്പൊ ശരീരം ശ്വസിക്കാതെ മരിക്കുന്നത് പോലെയാണ് ആത്മാവ് ആരാധനയില്ലാതെ മരിക്കും. സ്തോത്രം. ശരീരം ശ്വസിക്കാതിരുന്നാൽ മരിക്കുന്നത് പോലെ ആരാധന ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ ആത്മാവ് മരിക്കും. എന്തിനായി ഞായറാഴ്ച ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കാം എന്നൊക്കെ വിളിച്ചു പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഈ ആരാധന ഒരു ജീവൻ കൂടെയാണ്. സ്തോത്രം. അതൊരു ജീവിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഉള്ളിടമാണ് ആരാധന. സ്തോത്രം. അതുകൊണ്ട് ആ സ്തുതി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുകയാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം അധ്യായത്തിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മകൻ അപ്പനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? സ്തോത്രം. ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണ് 6-ാം വാക്യത്തിൽ വായിക്കുന്നത്. ദൈവം ചോദിക്കുക, എവിടെ പ്രൈസ്? എവിടെയാണ് സ്തുതി? ഞാൻ നിങ്ങളുടെ അപ്പനാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ യജമാനനാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ ഉദ്ധരിച്ചവനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം, എന്നോടുള്ള ആരാധന, എന്നോടുള്ള സ്തുതി എവിടെ എന്നാണ് ദൈവം ചോദിക്കുന്നത്. സ്തോത്രം. ദൈവം അന്വേഷിക്കുകയാണ്. എവിടെ സ്തുതി? ഇന്ന് പകൽ എന്നോടും നിങ്ങളോടും അത് ചോദിക്കുകയാ. എവിടെ ദൈവത്തോടുള്ള ബഹുമാനം? എവിടെ ദൈവത്തോടുള്ള ആരാധന? എവിടെ ദൈവത്തോടുള്ള നന്ദി? സ്തോത്രം. സ്തുതി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാ? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പാട്ട് മാത്രമാണ് ആരാധന എന്നല്ല. ആരാധന എന്നാൽ വെറും പാട്ട് മാത്രമല്ല. പിന്നെയോ അത് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ആരാധന. നമ്മെ തന്നെ ദൈവത്തിന് മുമ്പിൽ അങ്ങ് കൊടുക്കുന്നതാണ് ആരാധന. ജീവൻ, ശരീരവും മനസ്സും ആത്മാവും
ഒരുപോലെ ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ആരാധനയാകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പലപ്പോഴും എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വിചാരിക്കും ആദ്യത്തെ കുറെ നേരം ബഹളവും ഇതൊക്കെയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് എത്താം. പ്രസംഗമാണല്ലോ പ്രധാനപ്പെട്ടത്. ഈ ചർച്ചിനകത്ത് 90% ആളുകളെ അകത്ത് ഇങ്ങനെ എവിടെയൊക്കെയോ ചില വിചാരങ്ങൾ തോന്നും. കാരണം ഇവിടെ കസേര നിറയുന്നത് എപ്പോഴാണ്? സങ്കീർത്തനം കൂടെ കഴിഞ്ഞ് പിന്നെ പാട്ട് കൂടെ തീരാറാകുമ്പോഴാണ്, അല്ലെ? സ്തോത്രം. ആളുകൾക്ക് അപ്പോഴേ നേരം വെളുക്കുള്ളൂ. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ദൈവസാന്നിധ്യം എവിടെയായിരുന്നു? സ്തുതിയിലല്ലേ ദൈവം ഇറങ്ങി വന്നത്? ആ ദൈവസാന്നിധ്യം അനുഭവിച്ചോ? സ്തോത്രം. സ്തുതിയിൽ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയോ? സ്തോത്രം. പ്രസംഗം നൽകുന്ന ഒരു കോൾമയിൽ അനുഭവങ്ങൾ മാത്രം പോരാ. അതിന്റെ അർത്ഥം പ്രസംഗത്തിൽ ദൈവസാന്നിധ്യം ഇല്ലെന്നല്ല. പക്ഷെ ഒരു ആരാധനയിൽ ദൈവം ഇറങ്ങി വരുന്ന ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ സ്തുതികളിൽ മേൽ ഇറങ്ങി വരുന്നവനാണ്. സ്തോത്രം. പാടുന്ന നേരത്ത്, പ്രാർത്ഥിക്കുന്ന നേരത്ത്, ആ സ്തുതിക്കുന്ന നേരത്ത് നാം ഇതിന്റെ അകത്ത് വരേണ്ടവരല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനിയെങ്കിലും എപ്പോഴാണ് ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി വെളിപ്പെടുന്നതെന്ന് മനസ്സിലാക്കി ആ സമയത്ത് വരണം. ഓക്കെ, സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആരാധന ഇല്ലാതാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആരാധന ഇല്ലാതാകുമ്പോൾ സംഭവിക്കും, ഒന്ന്, പ്രാർത്ഥനയെല്ലാം വരണ്ട പ്രാർത്ഥനയാണ്. രണ്ട്, വിശ്വാസം ദുർബലമാകും, സഭ അശക്തമാകും, സഭയ്ക്ക് ഒരു ശക്തി ഉണ്ടാകത്തില്ല. ആരാധന ഇല്ലാത്ത സഭ ഒരു ചത്ത സഭയാണ്. ഹലോ, മനസ്സിലാവുന്നു? ആരാധന ഇല്ലാത്ത സഭ ഒരു ചത്ത സഭയാണ്. ഞാൻ എന്തിനാണ് സത്യത്തിൽ ഞാൻ എനിക്ക് വേണ്ടി അങ്ങ് ആരാധിച്ചാൽ മതി. പക്ഷെ ഞാൻ ഈ ആരാധനയിൽ ഇങ്ങനെ ഉത്സാഹിപ്പിക്കുകയും എനിക്ക് ചില സമയത്ത് ശ്വാസം പോലും കിട്ടൂല ഇവിടെ പാടി കഴിയും. പക്ഷെ ഞാനിതെല്ലാം ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ആ ആരാധനയുടെ പ്രാധാന്യം എനിക്ക് തിരിച്ചറിയുന്നു. സ്തോത്രം. എൻ്റെ ആഗ്രഹം ചർച്ചിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ബിസിനസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഒന്ന്, ദൈവത്തെ ആരാധിക്കുക. 2, ദൈവത്തിന്റെ വചനം കേൾക്കുക. സാക്ഷിയായിട്ട് ഇടയ്ക്കുള്ള നല്ല കാര്യം കൊള്ളാം, എല്ലാം നല്ലതാണ്. പക്ഷേ ആരാധന നമ്മൾ ഞായറാഴ്ച കൂടി വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ബിസിനസ്സുകൾ, 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ദൈവത്തെ സ്തുതിക്കുക. 2, ദൈവത്തിങ്കിൽ നിന്ന് കേൾക്കുക. ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുന്നതാണ് ആരാധന, ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുന്നതാണ് വചനം. സ്തോത്രം. ഈ 2 ബിസിനസ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ബിസിനസ്സാണ് ആരാധനയിൽ നടക്കേണ്ടത്. സ്തോത്രം. ഇങ്ങോട്ട് വാങ്ങാൻ മാത്രം നമ്മൾ വന്നാൽ മതിയോ? പോരാ, അങ്ങോട്ട് കൊടുക്കണ്ടേ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കണ്ടേ? അവന്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ കടന്നു വരാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എപ്പോഴൊക്കെ ആരാധന പുനഃസ്ഥാപിക്കപ്പെടുമോ അപ്പോഴെല്ലാം സ്വർഗം തുറക്കപ്പെടും, ചങ്ങലകൾ അഴിയും, വിശ്വാസം ഉയരും, ദൈവമഹത്വം നമ്മുടെ മേൽ ശക്തിയോടെ ഇറങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. ആരാധന എവിടെ ഉയരുമോ അവിടെയെല്ലാം സ്വർഗം തുറക്കും. സ്തോത്രം. അല്ലേ? നാം വേദപുസ്തകത്തിൽ എത്രയോ ഇടങ്ങളിലാണ് കാണുന്നത് ദൈവത്തിന് ആരാധന അർപ്പിക്കുമ്പോഴെല്ലാം ദൈവപ്രസാദം വെളിപ്പെടുന്നത് കണ്ടിട്ടില്ലേ? സ്തോത്രം. അബ്രഹാം ആ മൃഗങ്ങളെ പിളർന്നു വെച്ചു, ദൈവത്തിന്റെ സന്നിധി യാഗം അർപ്പിച്ചപ്പോൾ പെട്ടെന്ന് സ്വർഗം തുറന്നൊരു തീ ഇറങ്ങി വന്ന് യാഗപീഠത്തെ ദഹിപ്പിച്ചു. സ്തോത്ര. യാഗപീഠത്തിങ്കൽ സ്തോത്ര കാളെ അറുത്തു വെച്ചു. ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ആരാധന ഉയർന്നപ്പോൾ യാഗപീഠത്തിങ്കിലേക്ക് തീ ഇറങ്ങി അതിനെ ദഹിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. എവിടെയെല്ലാം ആരാധന ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവസാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശലോമോന്റെ ആലയത്തിൽ സ്തുതി ഉയർന്നപ്പോൾ, സ്തോത്രം ഉയർന്നപ്പോൾ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വരികയും ദൈവസാന്നിധ്യം കൊണ്ട് ആലയം നിറയപ്പെടുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഞാൻ മുൻപ് പറഞ്ഞ പോലെ കാരാഗ്രഹത്തിന്റെ അകത്ത് സ്തുതി ഉയർന്നപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി തന്റെ ഭക്തന്മാരുടെ കൈകളിലെ ചങ്ങലകൾ അഴിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതാ പറഞ്ഞത്, എവിടെയെല്ലാം ആരാധന പുനഃസ്ഥാപിക്കപ്പെടുമോ അവിടെയെല്ലാം സ്വർഗം തുറക്കും. സ്തോത്രം. ചങ്ങലകൾ അഴിയും, വിശ്വാസം ഉയരും, ദൈവം മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. ആരാധന വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആരാധന വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തെ കുറിച്ച് ഒന്ന്, സമാഗമന കൂടാരത്തിലും ദേവാലയത്തിലും വെളിപ്പെട്ടതാ. സ്തോത്രം. നമുക്ക് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 25:8.
ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവരെനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. സമാഗമന കൂടാരത്തെ കുറിച്ചാണ് പറയുന്നത്. മതി 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 എന്റെ തുടക്കം എന്താ? ഒന്നുകൂടെ വായിച്ചേ. ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവരെനിക്ക് എന്ത് ചെയ്യണം? ഒരു നിവാസം ഉണ്ടാക്കണം. ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരിടമായിരുന്നു സമാഗമന കൂടാരം. ദൈവം അതിനോട് പറഞ്ഞു, ഞാൻ എങ്ങനെയാണോ നിങ്ങളോട് പറയുന്നത് അതുപോലെ അത് പണിതുണ്ടാക്കണം. അല്ലെ? സമാഗമന കൂടാരത്തിന് അതിന് ഓരോ ഉപകരണങ്ങൾക്ക് ദൈവം കൊടുത്ത ഒരു ദർശനമുണ്ട്. അതനുസരിച്ച് വേണം പണിയാൻ. അങ്ങനെ അവർ ദൈവം കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അവർ സമാഗമന കൂടാരം പണിതു. ആ സമാഗമന കൂടാരത്തിന്റെ അകത്തേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. മോശ സമാഗമന കൂടാരത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ 12 ഗോത്രങ്ങളിലുള്ള ജനം ആ സമാഗമന കൂടാരത്തിന്റെ 4 ദിക്കുകളിൽ 3 ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും. അവർ നോക്കി നിൽക്കുമ്പോൾ കാണുന്നത്, സ്തോത്രം, ഈ സമാഗമന കൂടാരത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയും മോശ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. പിന്നെ ഇവർക്കൊന്നും കാണത്തില്ല, പക്ഷെ ദൈവ സാന്നിധ്യം കൊണ്ട് സമാഗമന കൂടാരം നിറഞ്ഞിരിക്കുകയായിരുന്നു. അതായിരുന്നു അവർ അതിനു മുമ്പിൽ കണ്ട് അവരവരുടെ കൂടാരങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ നമസ്കരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. അന്ന് അവർക്ക് എന്ത് ചെയ്തുകൂടായിരുന്നു? ഈ ദൈവ സാന്നിധ്യത്തിന്റെ അടുക്കിലേക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു, അല്ലെ? കാരണം അവർക്ക് അവരിലെ പാപം മോചിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടും സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന്റെ ആ സാന്നിധ്യം അതുപോലെ ഇറങ്ങുന്നിടത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അവർക്കൊക്കെ പ്രാകാരങ്ങൾ വരെ ചെല്ലാനുള്ള അവകാശമുള്ളൂ സാധാരണ ജനത്തിന്. പുരോഹിതന്മാർക്കാണ് വിശുദ്ധ സ്ഥലത്തേക്കെങ്കിലും പ്രവേശിക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നത്. സ്തോത്രം. പിന്നെയോ അടുത്തത് മഹാപുരോഹിതനായിരിക്കുന്ന ഒരാൾക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നിലനിൽക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു പഴയ നിയമത്തിന്റെ കാര്യം. സ്തോത്രം. 3 ഭാഗങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1 അതിപരിശുദ്ധ സ്ഥലം, 2 വിശുദ്ധ സ്ഥലം, പ്രാകാരം. ഈ പ്രാകാരം വരെ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് വരാൻ പറ്റൂ. നമ്മളെ പോലുള്ളവർക്കൊക്കെ ആ സാധാരണ ഇടത്ത് വരെ പോകാൻ കഴിയുള്ളൂ. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കും. മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ, അതും നല്ല കാഴ്ചയിൽ തെളിഞ്ഞ കണ്ണുമായിട്ടൊന്നുമല്ല, വളരെ ഭക്തിയോടെ വേഗത്തിൽ ഒന്ന് ചെയ്തൊരു ശുശ്രൂഷ തീർത്തേച്ചിട്ട് അവർക്ക് വരണം. വർഷത്തിൽ ഒരിക്കലാണ് ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുക. അവിടെയാണ് എന്തിരിക്കുന്നത്? ദൈവത്തിന്റെ നിയമപട്ടകം ഇരിക്കുന്നത്. അതിനകത്ത് ചില വസ്തുക്കളൊക്കെ ഉണ്ട്. മണ്ണയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും ദൈവം കൽപ്പലകകൾ എഴുതിയ കൽപ്പലകകളും ഒക്കെ ഇട്ട് വെച്ചിരിക്കുക. അവിടെ ഒരു കെരൂബുണ്ട്. ആ കെരൂബുകളുടെ മുകളിൽ ഒരു കൃപാസനമുണ്ട്. ആ കൃപാസനത്തിന് മേലാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. അശുദ്ധനായിട്ട് ഒരാൾ കയറി അവതലങ്ങാനം പിടിച്ച് തൊട്ടാൽ അപ്പം മരിച്ചു പോകും. സ്തോത്രം. നമുക്കറിയാം, ദാവീദ് ഈ പെട്ടകം എന്ത് ചെയ്തു? ആ നഷ്ടപ്പെട്ടു പോയ പെട്ടകം യെരൂശലേമിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി ആദ്യം കടന്നു പോകുമ്പോൾ ആ പോയ പോക്കിൽ വ്യവസ്ഥയില്ലാതെ പോയി ആ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഉസ്സ എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? ഈ പെട്ടകത്തെ തൊട്ടു. അത് ഇളകുന്നത് കണ്ടപ്പോൾ തൊട്ടു. അവൻ ഉടനെ മരിച്ചു താഴെ വീണു. സ്തോത്രം. അതിനൊക്കെ കാരണം അതിൽ വ്യവസ്ഥയുള്ളവർക്കേ തൊടാൻ പറ്റുമായിരുന്നുള്ളൂ, ഇല്ലെങ്കിൽ മരിച്ചു പോകുമായിരുന്നു. അതായിരുന്നു പഴയ നിയമത്തിന്റെ സ്ഥിതി. സ്തോത്രം. എന്നാൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയത് നാം കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഇനി രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ 13-14 പുരോഹിതന്മാരോട് കൂടെ കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ ഓ സ്തോത്രം. കണ്ടോ, ഇത് ശലോമോൻ പണി കഴിപ്പിച്ച ദേവാലയത്തിലെ ഉണ്ടായ സംഭവം. അവരെല്ലാം കൂടെ വന്നുകൂടി, ജനമെല്ലാം ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലുമുള്ള ജനം യെരൂശലേമിൽ വന്നുകൂടി. അങ്ങനെ അവർക്ക് വേണ്ടി പണി കഴിപ്പിച്ച, അതുവരെ സമാഗമന കൂടാരമായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ എന്ത് ചെയ്തിരിക്കുക? ഒരു ആലയം പണിതിരിക്കുക. ആ ആലയത്തിന്റെ അകത്ത് ഇതുപോലെ പ്രാകാരം,
വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലമുണ്ട്. അതിലെ പരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിട്ട് ഈ പെട്ടകം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ആലയം അതിമനോഹരമായിട്ട് പണിതുണ്ടാക്കി. ആ പണിതുണ്ടാക്കി ആലയത്തിന്റെ ഭംഗി കണ്ടുകൊണ്ട് ദൈവം ഇറങ്ങി വന്നെന്നല്ല എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അത് വളരെ ഭംഗിയായിരുന്നു. അന്നത്തെ ചിലപ്പോൾ ലോകമഹാത്ഭുതങ്ങളിൽ തന്നെ ഒന്നുപോലെ ആയിരിക്കും ആലയം പണിതിട്ടുണ്ടാകുക. പക്ഷെ ആലയത്തിന്റെ ഭംഗി കണ്ടപ്പോൾ സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റാത്ത അതിനേക്കാളും നല്ലത് ഈ പള്ളി പണിതിരിക്കുന്ന ആണല്ലോ എന്ന് വിചാരിച്ച് ദൈവം ഇറങ്ങി വന്നെന്നല്ല എഴുതി വെച്ചിരിക്കുക. പിന്നെയോ സ്തോത്രം, അങ്ങനെ പണിയപ്പെട്ട ആലയത്തിന്റെ അകത്ത് അവിടെ എന്ത് ചെയ്തു? പുരോഹിതന്മാരെല്ലാം കൂടെ നിന്നു. അവര് കാഹളക്കാരും സംഗീതക്കാരും എല്ലാം കൂടെ വന്നു. അവരൊത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ, കേട്ടോ സ്തോത്രം, ആരാധനയിൽ പണ്ട് മുതലേ എന്തുണ്ട്? ആ ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് എന്തെല്ലാം അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടോ ആ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് അന്നും ദൈവത്തെ അവർ ആരാധിച്ചിരുന്നത്. ദാവീദ് തന്നെ ദാവീദ് കണ്ടെത്തിയ ഒരു ഉപകരണത്തിന്റെ പേര് കിന്നര. അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല, കണ്ടെത്തിയതാണ്. അപ്പോൾ ദാവീദ് എല്ലാം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ പുരോഹിതന്മാരും സംഗീതക്കാരും കാഹളക്കാരെല്ലാം കൂടെ വന്ന് ഇങ്ങനെ ദൈവത്തെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ വിളിച്ചു പറഞ്ഞത് എന്താണ്? അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് ഏകസ്വരമായി കേൾക്കുമാർ സ്തോത്രം യഹോവയെ എന്ത് ചെയ്തു? വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി സ്തുതിച്ചപ്പോൾ, കണ്ടോ, അവർ ഉച്ചത്തിൽ പാടി സ്തുതിച്ചപ്പോൾ, ഇത് ആരാ? പുരോഹിതന്മാരും കാഹളം ഊതുന്നവരും മാത്രമല്ല, അവരാലയത്തിൽ നിന്ന് സ്തുതിച്ചു. ഈ ചുറ്റും വന്നിരിക്കുന്ന ജനം, പ്രാകാരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇസ്രായേൽ ജനം എല്ലാം ഒന്നിച്ച് ആർത്തു വിളിച്ചു പറഞ്ഞു, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് അവർ ആർത്തു ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്? യഹോവയുടെ ആലയത്തിന്റെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതാ ഞാൻ പറഞ്ഞത്, സ്തുതി ഉയരുന്നിടത്ത് ദൈവം ഇറങ്ങി വരൂ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നിടത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടും. ഇന്ന് പകലും പ്രിയപ്പെട്ടവരെ, അതേ ദൈവമാണ് നമ്മുടെ ദൈവവും, അതേ കർത്താവാണ് നമ്മുടെ കർത്താവ്. ഇന്നും സ്തുതി ഉയരുന്നിടത്ത് അവന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതാണ് എന്ന് ഞാൻ വിളിച്ചു പറയുക. ഹല്ലേലൂയ, സ്തോത്രം. മറ്റൊരു സന്ദർഭം പുതിയ നിയമത്തിൽ നാം കാണുന്നത് പൗലോസും ശീലാസും ആരാധിച്ചത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിലാണ് കാഴ്ച നമ്മൾ കാണുന്നത്. 16:25 സ്തോത്രം നാം വായിക്കുമ്പോൾ അവിടെ എന്താ വായിക്കുന്നത്? 16:25 അവർ പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു. അല്ലെ, സ്തോത്രം. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവർ പാടി സ്തുതിച്ചപ്പോൾ എന്താ കേട്ട? തടവുകാർ ശ്രദ്ധിച്ചു. ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? സൗണ്ട് ഉണ്ടാവണം, അല്ലെ? അല്ലാതെ മൗനമായിട്ടിരുന്നിട്ട് അങ്ങനെയായിരുന്നോ? അങ്ങനെയാണ് തടവുകാർ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് കല്ലുകൊണ്ട് പണിത തടവുകാർ വല്ലതും കേൾക്കുവോ? ഇല്ല. അപ്പൊ എന്തായിരുന്നു? ഇത് ആളുകൾ, ആ തടവുകാർ മുഴുവൻ കേൾക്കത്തക്ക വിധം ശബ്ദത്തിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെ? സ്തോത്രം. അവരങ്ങ് പാടി സ്തുതിച്ചു. ചുറ്റുമുള്ളവരോ അപ്പുറത്തെ തടവുകാരെ ഒന്നും അവര് നോക്കിയില്ല. അവര് പാടി ദൈവത്തെ സ്തുതിച്ചു. സ്തോത്രം. എന്നെ അത്ഭുതപ്പെടുത്തിയ സത്യത്തിരിവിനകത്ത് വന്ന് കിടക്കാം. കൈകാലുകൾ മുഴുവൻ മുറിഞ്ഞിട്ടുണ്ട്, ശരീരം മുഴുവൻ മുറിഞ്ഞിട്ടുണ്ട്, വസ്ത്രമില്ല, നഗ്നരാക്കി കൊണ്ടിട്ടേക്ക, കയ്യിലും കാലിലും ചങ്ങല ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല വേദന ഉണ്ടാവും, അല്ലെ? നീറി പുകയുന്നുണ്ടാവും ശരീരം. ആ വേദനയിൽ നീറി പുകയുന്ന നേരത്ത് നമ്മളായിരുന്നു എന്തായിരിക്കും പ്രാർത്ഥിക്കുക? ഒന്ന്, മുറിവ് സൗഖ്യമാണ്. 2, ചങ്ങല അഴിയണം. 3, കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരണം. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചോ? അവർ ചങ്ങല അഴിയാനും പ്രാർത്ഥിച്ചില്ല, മുറിവ് മാറാനും പ്രാർത്ഥിച്ചില്ല, വസ്ത്രം ഉടുക്കാനും പ്രാർത്ഥിച്ചില്ല. അവർ ചെയ്തൊരൊറ്റ കാര്യം, ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ അവിടെ കിടന്ന് വായ ഏതായാലും ബന്ധിച്ചില്ലല്ലോ, പാടി അങ്ങ് സ്തുതിച്ചു, പാടി അങ്ങ് സ്തുതിച്ചു, പാടി അവർ ആരാധിച്ചു. എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ സാന്നിധ്യം കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ഈ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിന്റെ അകത്തും ദേവാലയത്തിന്റെ അകത്തും ഒക്കെയാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ സാന്നിധ്യം കാരാഗ്രഹത്തിന്റെ അകത്തും ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് മനസ്സിലായോ? ആ വ്യവസ്ഥയൊക്കെ പോയി ഇപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നതിന്റെ വ്യവസ്ഥ എന്താണെന്നറിയാമോ? എവിടെ തന്റെ ഭക്തൻ
ഭക്തന്മാർ എവിടെ തന്റെ ജനം ദൈവത്തെ സ്തുതിക്കുമോ അവിടെയെല്ലാം എന്റെ ദൈവം ഇറങ്ങി വരുമെന്നതാണ് ഈ ഭാഗം വിളിച്ചു പറയുന്നത്. ഇന്ന് പകലും അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കൂ, ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കൂ. അവന്റെ സാന്നിധ്യം നിങ്ങളുടെ ശക്തിയോടെ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എത്ര വലിയ ജയിലായിരുന്നാലോ, എത്ര കഠിനമായ ജയിലായാലോ, അതെത്ര സെക്യൂരിറ്റി ഉള്ള ജയിലായാലോ, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വരുന്നതിനൊരു തടസ്സമല്ല. ദൈവ സാന്നിധ്യത്തെ തടയാൻ കഴിയുന്ന, ദൈവമഹത്വത്തെ തടയാൻ കഴിയുന്ന, ദൈവപ്രവൃത്തിയെ തടയാൻ കഴിയുന്ന ഒരു ജയിലും ഉലകത്തിലില്ല. അവൻ സ്തുതിക്കുന്നവരുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരവസരം കൂടെ നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, യഹൂദ രാജാവായ യഹോശാഫാത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ മോവാബ്യരും അമോര്യരും അതുപോലെ തന്നെ മറ്റൊരു ദേശക്കാരും കൂടെ, ഏതാ ഒന്ന് വായിച്ചേ, മെയ്യൂരിൽ അല്ലേ? മതി. ഈ ഒരു 3 ഗ്രൂപ്പ് ആളുകൾ, 3 ദേശക്കാർ ഒത്തൊരുമിച്ച് ചേർന്ന് യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നിരിക്കുക. യുദ്ധം ചെയ്യാൻ, യഹൂദ ദേശത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി സഖ്യത ചേർന്ന 3 രാജ്യങ്ങൾ. ഇവർ 3 പേരും തന്നിൽ തന്നെ ശക്തരാണ്. അപ്പോഴാണ് അവർ 3 പേരും കൂടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. അവർ 3 പേരും കൂടെ യഹൂദ രാജ്യത്തെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ, ദൈവജനത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സഖ്യത ചെയ്ത് യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വേണ്ടി അണിനിരന്നു വന്നു. ഈ വാർത്ത യഹോശാഫാത്ത് കേട്ടു. എന്താ യഹോശാഫാത്ത് ചെയ്തതെന്നറിയാമോ? 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് വെച്ചിട്ട് അവിടെ എല്ലാം ഉപവസിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ വിചാരിക്കുന്നത്, ഒരു സൈന്യം വന്നെന്നറിഞ്ഞാൽ ഒരു രാജാവിന്റെ കടമ എന്താണ്? ഒരു രാജാവ് ആദ്യം എന്താ ചെയ്യുക? ആദ്യം തന്റെ സൈന്യത്തെ അണിനിരത്തും, അല്ലെ? എത്രയും വേഗം ആയുധങ്ങളെ സജ്ജരായി സൈന്യത്തോട് റെഡിയാകാൻ പറയും. എന്നാൽ യഹോശാഫാത്ത് പറഞ്ഞ ആദ്യം ഉപവാസത്തിന് റെഡിയാകാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ റെഡിയായി ഉപവാസമൊക്കെ കഴിഞ്ഞു. എന്നിട്ടും ഇവരെന്ത് ചെയ്തില്ല? ആയുധം എടുക്കാനല്ല ഇവരുടെ പണി. ഇനി 21-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. സൈന്യത്തിന് മുന്നേ കടന്നുകൊണ്ട് യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ എവിടെ ഇത് സംഭവിക്കുന്നത് അറിയാമോ? ഇതാ ഇവരിപ്പോ പാളയത്തില. ഒരു വശത്ത് ഈ 3 സൈന്യങ്ങൾ ഒരുപോലെ ആയുധം ധരിച്ചു വന്നു നിൽക്കുമ്പോൾ, അവരുടെ ഒരു വശത്ത് ചെന്ന് നിന്ന് ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ കൂട്ടത്തിൽ സത്യത്തിൽ വാളും പരിചയം അല്ലെ ഇന്നത്തെ പോലെ AK-47 മിസൈലൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കേണ്ടതിന് പകരം അവരെടുത്തുപയോഗിക്കുന്ന ആയുധം ദൈവത്തിനുള്ള സ്തുതിയുടെ പാട്ടുകളാണ്. അവരെല്ലാം കൂടെ ചേർന്ന് പാടാനും സ്തുതിക്കാനും ആരാധിക്കാനും തുടങ്ങി. ഇതുവരെ മോവാബ്യരും അമോര്യരും ഈ വിധ ഒരു യുദ്ധതന്ത്രം കണ്ടിട്ടില്ല. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ എന്ത് ചെയ്തു? വിരോധമായി വന്ന അമോന്യരുടെയും മോവാബ്യരുടെയും സേർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. ഹല്ലേലൂയ. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? ദൈവത്തിന്റെ ജനം ഒരു യുദ്ധം ചെയ്യാതെ, ഒരു വാൾ ഒരുവന്റെ നേരെ വീശുക പോലും ചെയ്യാതെ യഹൂദ ജന ഒരു വലിയ വിജയം കരസ്ഥമാക്കി. എങ്ങനെയെന്നറിയാമോ? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ വിജയിച്ചു. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, എനിക്കും നിങ്ങൾക്കും എതിരെ സാത്താൻ അണിയറയിൽ ഒരുക്കുന്ന എത്ര വലിയ പ്രബല കൂട്ടുകെട്ടുകളെയും ഏതെല്ലാം ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ എനിക്കും നിങ്ങൾക്കും എതിരെ അന്ധകാരത്തിന്റെ ശക്തികൾ ഒരുക്കി വെച്ചാലും അതിന്റെ എല്ലാം ബലത്തെ കെടുത്തുന്ന ഒരാത്മസാന്നിധ്യം വെളിപ്പെടുന്ന ഒരു നേരമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിച്ചു തുടങ്ങുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയോ, പാതാള ഗോപുരങ്ങളോ ഇരുട്ടിന്റെ ശക്തികളോ സാത്താന്റെ സൈന്യബലമോ തകരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം കാണുകയാ. ഇന്ന് സ്തുതി ഉയരട്ടെ, പാതാള ഗോപുരങ്ങൾ തകരട്ടെ, ദൈവ
ധന്യമാകട്ടെ. ഹല്ലേലൂയ. ഒടുവിൽ അവരെ യുദ്ധം ജയിച്ചത് വാളുകൊണ്ടല്ല, പിന്നെയോ ഒരു ചൊല്ല് തന്നെ ഉണ്ടാക്കാമെന്ന് പാട്ടുകൊണ്ട് യുദ്ധം ജയിച്ചത്. ചരിത്രത്തിലുണ്ടോ ഇങ്ങനെ ഒരു സംഭവം? പാടി ശത്രുക്കളെ തോൽപ്പിച്ചത്. നമ്മൾ പലരെയും പാടി തോൽപ്പിക്കും നമ്മുടെ വല്ലാത്ത സ്വരമൊക്കെ കേട്ട്. അതുപോലെയല്ല, ഇത് നല്ല സ്വരത്തിൽ പാടിയിട്ട് ഹല്ലേലൂയ ശത്രുവിന്റെ നേരെ പതിയിരിപ്പുകാരെ ഇറക്കി. അവരെന്ത് അറിയാമോ? അമോര്യരും മോവാബിനും തമ്മിലും അവർ പിന്നെ അതിശേഷിച്ചവര് സെയീർ പർവ്വതക്കാർ തമ്മിൽ വെട്ടി തീർന്നു. അടുത്തത് കാണുന്ന കാഴ്ച ഭയങ്കര. ഇസ്രായേൽ മക്കൾ നേരെ ഇറങ്ങി ചെന്ന് യഹോശഫാത്ത് ഇസ്രായേൽ മക്കൾ ചെന്നിട്ട് 3 ദിവസം എടുത്തു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന കൊള്ള, അവര് കൊണ്ടുവന്ന സ്വർണവും മറ്റു സാധനങ്ങളെല്ലാം കൂടെ ശേഖരിച്ചു കൊണ്ടുവരാൻ 3 ദിവസം എടുത്തു. അവരുടെ കൊള്ള എന്നിട്ട് തന്നെ പൂർത്തിയായില്ല. ആ കൊള്ളയും എടുത്തുകൊണ്ട് അവർ തിരിച്ചു വന്നു. ഒരു വാളെടുക്കാതെ അവർ വിജയിച്ചു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് പകൽ സ്തുതി വെറും സ്തോത്രം സമയം പോക്കല്ല കേട്ടോ. സ്തുതി വെറുതെ സമയം കളയലല്ല. സ്തുതിക്കകത്തൊരു ദൈവ സാന്നിധ്യമുണ്ട്. സ്തുതി ഒരു ആത്മീയ വിടുതലാണ്. സ്തുതി ഒരു ദൈവ പ്രവൃത്തി കൊണ്ടുവരുന്നതാണ്. ഇന്ന് പകൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ, മൗനമായിരിക്കരുത്, അലസമായിരിക്കരുത്. ദൈവത്തെ സ്തുതിക്കോ. നിന്റെ സ്ഥിതിയെ മാറ്റുന്നൊരു ദൈവം ആ സ്തുതിയുടെ നടുവിൽ ഇറങ്ങി വരുമെന്ന് ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. മാത്രാണോ ഈ ആരാധനയിൽ? ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഇത് അന്തരീക്ഷത്തെ എല്ലാം മാറ്റും. ഇരുട്ടിന് വെളിച്ചവുമായി സഹവസിക്കാനാകാത്ത പോലെ തന്നെ ആരാധനയിൽ സാത്താന്യ ശക്തിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരിക്കൽ ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗലിന് ഒരു പ്രശ്നമുണ്ട്. അവന് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ? അവന്റെ മേൽ ദുരാത്മാവ് വരും. ശൗലിന്റെ മേല് ദുരാത്മാവ് വരും. ദുരാത്മാവ് വരുമ്പോഴെല്ലാം ഒരു പാസ്റ്ററെ വിളിക്കും. അല്ലെ, അഭിഷേകമുള്ള ദാവീദ്. അവൻ വന്നിട്ട് എന്തോ ചെയ്യും? യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ, അങ്ങനെ വല്ലതാണോ? ഒരു ശാസനയും ശാസിക്കുകയല്ല. പിന്നെ എന്ത് ചെയ്യും? അവൻ കിന്നരം എടുത്തൊരു സ്തുതി അങ്ങ് പാടും. എന്താ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? ആ സ്തുതി പാടുമ്പോൾ തന്നെ ശൗലിന്റെ മേലുള്ള ദുരാത്മാവ് അവനെ വിട്ടുപോകും. ഞാൻ അതാ പറഞ്ഞത്, സ്തുതി. അതിന്റെ അർത്ഥം ശാസിക്കണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. ശാസിച്ചാലും വിട്ടുപോകും. പക്ഷെ ഒരു ശാസന ഇല്ലാതെ തന്നെ സ്തുതിക്കുന്ന ജനത്തിന്റെ നടുവിൽ വെച്ച് തന്നെ, ആരാധിക്കുന്ന ദൈവജനത്തിന്റെ നടുവിൽ തന്നെ സാത്താന്യ ശക്തികൾ വിട്ടുപോകും. പിശാചിന്റെ കെട്ടുകൾ അഴിയും. സ്തോത്രം. ദുരാത്മാക്കൾ അലറിയോടും. കാരണം എന്താണെന്നറിയാമോ? എന്താ ഇതിന്റെ വസ്തുത? എന്താ? ഒറ്റ കാര്യമുള്ളൂ. സ്തുതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം ഇറങ്ങി വരും. ദൈവം വസിക്കുന്നിടത്ത് പിശാചിന് ഇരിപ്പണമുണ്ടോ? പിശാചിന് ഇരിക്കാൻ കഴിയത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ആരാധന വെളിപ്പെടുമ്പോൾ അവിടെയല്ല പിശാചുക്കൾ അലറി ഓടും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ സാധാരണ ചിലപ്പോൾ ചർച്ചിലൊക്കെ വിചാരിക്കും നല്ല ആരാധനയാവുമ്പോ ഏതെങ്കിലുമൊക്കെ പിശാച് ആരുടെയെങ്കിലും മേലുണ്ടെങ്കിൽ അവരാണ്. അപ്പൊ നമ്മൾ പറയും, ഓ നല്ലൊരു ആരാധനയായിരുന്നു, അവരങ്ങ് കുളവാക്കിയെന്ന് പറയും. ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ തന്നെ ആൾക്കാർ പറയുന്നു, മൊത്തം കുളവാക്കി, തുള്ളി ആകെ ബഹളാക്കി കളഞ്ഞു, ആരാധനയുടെ ആ ഒരു ഇത് പോയി എന്നൊക്കെയാ പറയുന്നത്. ചേടോ, അന്നപ്പ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നത്. കാരണം അന്നല്ലേ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നത്. പിശാചുക്കൾക്ക് ഇരിക്കാൻ പറ്റുമോ? അതുങ്ങൾക്ക് പൊള്ളൂലേ? അവരിറങ്ങി ഓടിയല്ലേ മതിയാകത്തുള്ളൂ. സ്തോത്രം. അതല്ലേ വെളിപ്പെട്ട് വന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു സാത്താൻ സ്തോത്രം ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സ്തുതി ഉയരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സ്തുതി എന്ന് പറയുന്നത് ഒരു ആയുധം കൂടെയാണ്, അല്ലെങ്കിൽ ഒരു യുദ്ധം കൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 149 സങ്കീർത്തനത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് എങ്ങനെയാ? അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായുത്തലുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. നോക്കൂ, അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായുത്തലുള്ള വാള്. ഏതാ ഇരുവായുത്തലുള്ള വാള്? ദൈവത്തിന്റെ വചനമാണ്, അല്ലാത്തതല്ല. അപ്പോൾ അവരുടെ വായിൽ എന്ത് വേണം? ദൈവത്തിന്റെ പുകഴ്ചകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിന്, അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ.
ഹല്ലേലൂയ. എന്താ സാരം? സ്തോത്രം. ഇവിടുത്തെ രാജാക്കന്മാരെ നിങ്ങൾ പെട്ടെന്ന് ലോകത്തിന്റെ മനുഷ്യരെ ഒന്നും നോക്കണ്ട. ഇത് സാത്താന്യ ശക്തികൾ ബന്ധിക്കപ്പെടുന്നതിനെ കുറിച്ച്, ഇരുട്ടിന്റെ കർത്തൃത്വങ്ങൾ തകരപ്പെടുന്നതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ ജനം, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ അധരങ്ങളിൽ സ്തുതികളും കൈകളിൽ ദൈവത്തിന്റെ വചനം ഉയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ ദേശത്തിന്റെ പോരുകൾ അഴിയും, സാത്താന്യ വാഴ്ചകൾ തകരും, ഇരുട്ടിന്റെ കോട്ടകൾ അഴിയും. ദേശത്ത് ഇതുവരെ ജനത്തെ വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്ന എല്ലാ കോട്ടകളും തകർന്നിട്ട് ജനം വിടുവിക്കപ്പെടുകയും കൃപയിലേക്ക് കടന്നു വരികയും ചെയ്യും. എവിടെയെല്ലാം ആരാധിക്കുന്ന ഒരു സഭയുണ്ടോ അവിടേക്ക് ആത്മാക്കൾ കൂട്ടമായി കടന്നു വരും. എവിടെയെല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന സഭയുണ്ടോ അവിടെയെല്ലാം ദേശം വിടുവിക്കപ്പെടും. അങ്ങനെയുള്ള ദേശങ്ങൾ വിടുതലുണ്ടാകും. അവിടുത്തെ വാഴ്ചകൾക്ക് നിൽക്കാൻ കഴിയില്ല, അന്ധകാരങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല, ഇരുട്ടിന്റെ ശക്തികൾക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം ദൈവ സാന്നിധ്യം ആരാധിക്കുന്ന ദൈവജനത്തിന് നടുവിൽ ഇറങ്ങുമ്പോ അത് ദേശത്തിന്റെ സ്ഥിതികളെ മാറ്റുന്നതാണ്. ഇന്ന് മകൾ ദൈവത്തെ ആരാധിക്കൂ, ദൈവത്തെ സ്തുതിക്കൂ. വടകരയിൽ മാത്രമല്ല, ഇതിന്റെ പരിസരങ്ങളിലേക്കല്ല ആ ദൈവ സാന്നിധ്യം പരന്നൊഴുകട്ടെ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ദേശത്തിന്റെ സ്ഥിതികളെ മാറ്റട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുമ്പോൾ ശത്രു വിറയ്ക്കുന്നു. A.W. ടോസർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തെ. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ പുസ്തകം ഇംഗ്ലീഷാണ്, അതൊക്കെ ഞാൻ എടുത്തു വെച്ച് വായിക്കാറുണ്ട്. സ്തോത്രം. വളരെ പ്രസിദ്ധനായ ഒരു മനുഷ്യനാണ്. സ്തോത്രം. എഴുത്തുകൾ കൊണ്ട് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, we were created to worship, and worship is the missing jewel ഓഫ് ദി ചർച്ച് എന്നാണ്. സ്തോത്രം. നാം ആരാധനയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. പക്ഷെ എന്നാൽ ഇന്നത്തെ കാലത്ത് ഈ കാലഘട്ടത്തെ നോക്കി പറയുകയാണ്, പക്ഷേ സ്തോത്രം, ഇന്ന് ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന അതിന്റെ ആ നാണ്യം, അതിന്റെ ആഭരണമാണ് ആരാധന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രത്നം എന്നൊക്കെ വേണേ പറയാം അല്ലെ. സ്തോത്രം. അതിന്റെ രത്നം, ദൈവസഭയുടെ ആ രത്നമായിരുന്നു എന്ത്? ആരാധന. അത് ഇന്നത്തെ ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. സ്തോത്രം. ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, ആരാധിക്കാൻ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. യേശു കർത്താവ് ആരാധനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നാം വായിച്ചിട്ടില്ലേ? യോഹന്നാന്റെ സുവിശേഷം 4:23 യേശു പറഞ്ഞു, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശു പറഞ്ഞു, സത്യ നമസ്കാരികൾ എന്ത് ചെയ്യും? ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ഹല്ലേലൂയ. യേശു ആരാധിച്ചിട്ടുണ്ടോ? യേശു ആരാധിച്ചിട്ടുണ്ടെന്ന് വചനം പറയുന്നു. സ്തോത്രം. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26 നമ്മൾ വായിക്കുന്നു, പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി. യേശുവും ശിഷ്യന്മാരും കൂടെ ആരാധിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഒലിവുമലയിലേക്ക്, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഗത്സമന തോട്ടത്തിലേക്കുള്ള യേശുവിന്റെ യാത്രയ്ക്ക് മുൻപ്, ആ വലിയ പരിശോധനയ്ക്ക് മുൻപ് യേശു ശക്തി ധരിക്കുന്നത് ആരാധനയിൽ ദൈവത്തെ പാടി സ്തുതിച്ചിട്ട് അല്ലെ. നോക്കൂ, പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി. സ്തോത്രം. ഇനി ഇവിടെ മാത്രമല്ല കേട്ടോ, ഈ ഭൂമിയിൽ ഇങ്ങനെ ആരാധിച്ചിരിക്കലല്ല. ഇവിടെ നിന്ന് നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയും എന്താണുള്ളത്? ആരാധനയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുന്നത്, ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരോ വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് എന്താ സംഭവിച്ചത്? രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു എന്നെഴുതിയിരിക്കുക. ഇനി അതിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാം, ഈ ആരാധന 2.5 മണിക്കൂറായിരുന്നോ 3 മണിക്കൂറായിരുന്നോ എന്ന്. അടുത്ത വാക്യം 15-ൽ വായിക്കുന്നു, അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കും.
ഇരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമാകും. സ്തോത്രം. നിത്യതയിൽ സ്വർഗത്തിൽ നിലയ്ക്കാത്ത ആരാധനയാണ്. നമുക്കറിയാം, സ്തോത്രം. നാം പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, കെരൂബുകൾ അവനെ ആരാധിക്കുന്നത്, അല്ലേ? രണ്ടുകൊണ്ട് മുഖം മറച്ച്, രണ്ടുകൊണ്ട് പാദം മറച്ച്, രണ്ട് ചിറക് കൊണ്ട് പറന്നു നിന്നുകൊണ്ട് ഒരുവനോട് ഒരുവൻ മുഖം നോക്കി പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ നിത്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എന്നവർ സൃഷ്ടിക്കപ്പെട്ടോ അന്ന് മുതൽ അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇന്നും അത് അവസാനിച്ചിട്ടില്ല. എന്ന് വരെ അവർക്ക് ആയുസുണ്ടോ അതുവരെ അവർ സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്നതുപോലെ സ്തുതിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. ഇന്ന് മകൾ നമ്മുടെ അതരത്തിൽ നിന്ന് നിരന്തരമായ സ്തുതികൾ ഉയരട്ടെ, ആരാധന ഉയരട്ടെ, സ്തോത്രസ്വരങ്ങൾ ഉയരട്ടെ. ഹല്ലേലൂയ. ആരാധന എന്ന് പറയുന്നത് എല്ലാം നല്ലതാകുന്നത് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, പിന്നെയോ ദൈവം നല്ലവനായതുകൊണ്ട് കൊടുക്കുന്നതാണ്. ഹബക്കൂക്കിന്റെ പ്രവാചക പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ ഹബക്കൂക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒരു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും കണ്ടോ, സാഹചര്യങ്ങളെല്ലാം എതിരാണ്, എല്ലാ അവസ്ഥകളും വിപരീതമാണ്. ഒട്ടും സന്തോഷിക്കാൻ വകയില്ല, ഒട്ടും ആനന്ദിക്കാൻ വകയില്ല, ഒട്ടും സമാധാനിക്കാനുള്ള വകയില്ല. പക്ഷേ ഹബക്കൂക്ക് ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഞാനൊരു കാര്യം ചെയ്യും. എന്താണെന്നറിയാമോ? എങ്കിലും ഞാൻ യഹോവയെ ആനന്ദിക്കോ, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കോ. ഇന്ന് മകൻ എത്ര പേർ അതിന് മനസ്സ് വെക്കും പ്രിയപ്പെട്ടവർക്ക്? ഹല്ലേലൂയ, സ്തോത്രം. സ്ഥിതി മാറിയിട്ട് ആരാധിക്കാൻ നിന്നാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, നീ സ്തുതി തുടങ്ങ്, സ്ഥിതിയെല്ലാം മാറും. ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. അവന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോ എല്ലാം മാറും കേട്ടോ. അവന്റെ സാന്നിധ്യമുള്ളിടത്ത് ഒന്നും പഴയതുപോലെ തുടരുകയില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് മകൾ അതരങ്ങളിൽ നിന്ന് സ്തുതി ഉയരട്ടെ, ആരാധന ഉയരട്ടെ. ഹല്ലേലൂയ. സ്ഥിതികളെ മാറ്റുന്നവൻ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Ribala hadada ragana shampara, rikabala hadada ragana, udarabala hadada ragana, rikala hadada ragana, antarada rikabala, udarabala hadada ragana. എല്ലാവരും വായികളെ തുറന്ന് അല്പനേരം ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക, ശക്തിയോടെ ദൈവത്തെ